ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും നമുക്കറിയാം 2024 ഒത്തിരി നോട്ടിഫിക്കേഷൻ വന്നു 2025 അല്ലെ. അപ്പൊ നമുക്കൊരു പുതുവർഷമാണ്. നമുക്കൊരു പുതിയൊരു തീരുമാനത്തോടു കൂടി പുതിയ ഒരു വ്യക്തികളായിട്ട് അല്ലെങ്കിൽ പുതിയ തീരുമാനത്തോടു കൂടി നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും WCPO എന്ന് പറഞ്ഞത്, വിമൻ പോലീസ് കോൺസ്റ്റബിൾ. CPOന്റെ ഒപ്പം തന്നെ വിമൻ പോലീസ് കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 29 നിങ്ങൾക്ക് പലർക്കും അറിയാം ഇതിന് മുന്നത്തെ WCPOന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ അത് ഉടനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും ഉടനെ തന്നെ നമുക്ക് PSC അതിന്റെ അപ്ഡേഷൻ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം WCPO ഇന്നത്തെ അല്ലെങ്കിൽ ഈ തവണ വന്നിരിക്കുന്ന WCPO നോക്കിക്കേ. 582/2024 കാറ്റഗറി, എല്ലാ കാറ്റഗറി നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 582/2024 അതിന്റെ വകുപ്പ് കേരള പോലീസ് ആണ്. വനിതാ പോലീസ് കോൺസ്റ്റബിൾ ബറ്റാലിയൻ സ്റ്റേറ്റ് വൈഡ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ശമ്പളം നോക്കിക്കേ, 31+ തൊട്ട് 88+ വരെയാണ് നമുക്ക് സാലറി സ്കെയിൽ ആയിട്ട് വരുന്നത്. പ്രതീക്ഷിത ഒഴിവാണ്, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. അതുകൊണ്ട് ഇത്ര വേക്കൻസി എന്ന് നമ്മൾ പറയുന്നില്ല. നമുക്കറിയാം കഴിഞ്ഞ തവണ WCPOന്റെ ജനറൽ കാറ്റഗറി സ്റ്റേറ്റ് വൈഡ് വിളിച്ചത് 781 മെയിൻ ലിസ്റ്റുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോളാം. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസീസുകൾ ഉണ്ടാകും. പ്രതീക്ഷിത ഒഴിവാണ്, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. അപ്പൊ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുമ്പോൾ ഇത്ര ഒഴിവുകൾ എന്ന PSC അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നമുക്കറിയാം കഴിഞ്ഞത്തിന്റെ മുന്നത്തെ ആ ഒരു എക്സാംസിന് 781 മെയിൻ ലിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, 281. അപ്പോൾ ഓർത്ത് വെക്കുക, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. നല്ല രീതിയിലുള്ള വേക്കൻസീസ് ഉണ്ടാകും. നന്നായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കിക്കേ, മറ്റ് എന്തൊക്കെയാണ് നോക്കാം. നേരിട്ടുള്ള നിയമനമാണ്. അതുപോലെ തന്നെ വയസ്സ് നോക്കിക്കോളാം, 18 to 26 ജനറൽ കാറ്റഗറി, 18 to 26. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓർക്കുക +2 ആണ്. +2 അല്ലെങ്കിൽ തത്തുല്യമാണ്. +2 പാസ്സായവർ അല്ലെങ്കിൽ തത്തുല്യമായിട്ട് പാസ്സായവർക്ക് ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഏജ് കൂടി നോക്കുക, 18 to 26 ഏജ് ആയിട്ട് വരുന്നത്. ഇനി ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് അതർ ബാക്ക്വേർഡ് കാസ്റ്റേഴ്സ്, OBC അല്ലെ, OBCക്കാർക്ക് 29 വയസ്സ്, 29 വയസ്സും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 31 വയസ്സും വയസ്സിളവുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഇവിടെ എന്താണ്, OBC വിഭാഗക്കാർക്ക് 29 വയസ്സാണ്. 29 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് 31 വയസ്സാണ്, അവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ നിങ്ങൾ ഒന്നും കൂടി നോക്കണം. നമുക്കറിയാം CPO WCPO ആയതുകൊണ്ട്, WCPO ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശാരീരിക യോഗ്യത കൂടി നോക്കുക. നമുക്ക് കുറഞ്ഞത് 157 സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം, ജനറൽ അല്ലെ. ഇനി അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറഞ്ഞത് 150 സെന്റിമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. 157 ജനറല്, 150 സെന്റിമീറ്റർ മതിയാകും. അപ്പൊ ഈ ശാരീരിക യോഗ്യത നോക്കുക. ഇനി അതുകൂടാതെ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റുകൾ കൂടിയുണ്ട്. അത് നോക്കിക്കോളാം. അതിലെ ഇനങ്ങള് 8 എണ്ണമാണുള്ളത്. 8 എണ്ണത്തിൽ നിങ്ങൾ 5 എണ്ണം പാസ്സായിരിക്കണം. 5 എണ്ണം പാസ്സായിരിക്കണം. നമ്മള് CPO വെച്ച് നോക്കുമ്പോൾ WCPOന്റെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള ആ ഒരു ഫിറ്റ്നസ് നോക്കുന്നത് അത്രയ്ക്ക് റിജിഡ് ആയിട്ടായിരിക്കില്ല. നമ്മൾ CPOന്റെ അത്രം ഒന്നും നമുക്ക് ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഈ 8 എണ്ണത്തിൽ മസ്റ്റായിട്ടും 5 എണ്ണം പാസ്സായിരിക്കണം. അപ്പൊ ഞാൻ നോക്കിക്കേ, 100 മീറ്റർ ഓട്ടം, അത് ഇത്ര സെക്കൻഡ് മീറ്റർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് 17 സെക്കൻഡ് ആണ്. ഹൈ ജമ്പ് 1.06 മീറ്റർ. അതുപോലെ തന്നെ ലോങ് ജമ്പ് 3.05 മീറ്റർ. അതുപോലെ തന്നെ പുട്ടിംഗ് ദ ഷോട്ട് 4 കിലോഗ്രാം ഭാരമുള്ളതാണ്. അത് 4.88 മീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ 200 മീറ്റർ ഓട്ടം, അത് 36 സെക്കൻഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ത്രോയിങ് ദി ത്രോ ബോൾ 14 മീറ്റർ ആണ്. ഷട്ടിൽ റേസ് 25x4 മീറ്റർ ആണ്, 26 സെക്കൻഡ് ആണ് വരുന്നത്. സ്കിപ്പിംഗ് 1 മിനിറ്റ് ആണ്, 80 തവണയാണ് വരുന്നത്. അപ്പൊ ഇതില് 5 എണ്ണം പാസ്സായി ഇരിക്കണം. അതാണ് ഫിസിക്കൽ എക്സാമിന്റെ ഇനങ്ങളായിട്ട് വരുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിക്കൂടാ, നമുക്കറിയാം WCPOന്റെ
ഇതിന് മുന്നത്തെ പ്രീവിയസിന്റെ മാർക്ക് ലിസ്റ്റ് വന്നിട്ടില്ല അല്ലെ, ഷോർട്ട് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിന് മുന്നത്തെ നടന്നത് 2020-21 ആ ഒരു ടൈമിലാണ് നടന്നത്. അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് കട്ട് ഓഫ്? നമുക്കറിയാം കട്ട് ഓഫ് CPO അപേക്ഷിച്ച് നോക്കുമ്പോൾ WCPOന്റെ കട്ട് ഓഫ് എന്തായാലും കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ അവസരത്തിൽ 2024-25 നിങ്ങൾ ഓർത്തു വെച്ചോളാ, ഷുവറാണ് 50+ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ അതിനനുസരിച്ച് പഠിച്ചു പോകുക. അപ്പൊ ഇതിന് മുന്നത്തെ നോക്കിക്കോളാം. 094 2020 വനിതാ വിമൻ സിവിൽ പോലീസ് ഓഫീസർ കട്ട് ഓഫ് 45 ഇതില് മെയിൻ ലിസ്റ്റിൽ വന്നത് 781 മെയിൻ ലിസ്റ്റ് ആണ് വന്നത്, പേരാണ് വന്നത്. അതുപോലെ തന്നെ വനിതാ പോലീസ് കോൺസ്റ്റബിള് ST ഒള്ളി കാറ്റഗറി നമ്പർ 073 2020 അതിന്റെ റാങ്ക് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 21.67 കട്ട് ഓഫ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് വനിതാ പോലീസ് കോൺസ്റ്റബിൾ NCA 623/2021. അത് ഒരു വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. അത് 42.5663 അതിന്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ NCA മുസ്ലിം 624/2021. അത് 4 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. 56 കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതിൽ നമ്മൾ ജനറലെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് NCA യിലൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ഓഫ് അന്നേ കയറി വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ മുസ്ലിമൊക്കെ നോക്കുമ്പോൾ 56 അല്ലെ, വനിതാ കോൺസ്റ്റബിൾ NCA വെച്ച് നോക്കുമ്പോൾ 56 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 42 വന്നിട്ടുണ്ട്. ജനറലിൽ തന്നെ 45 വന്നിട്ടുണ്ട്. ഇത് എത്ര വർഷം മുന്നാണെന്ന് ഓർക്കണം അല്ലെ, 2020-21 കാലഘട്ടത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം നല്ല രീതിയിൽ ആപ്ലിക്കന്റ് ഉണ്ടാകും, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ. അപ്പൊ നല്ല രീതിയിൽ മത്സരങ്ങളുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, 50+ നമുക്ക് എന്തായാലും ഷുവറാണ് കട്ട് ഓഫ് കടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരും നിങ്ങൾ അതിന്റെ സിലബസ് ആണ്. നമുക്ക് പഴയ സിലബസ് ആണ് നമുക്കുള്ളത്. നോക്കിക്കേ, അതിൽ ചരിത്രം വരുന്നത് 5 മാർക്കാണ്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം വരുന്നത് 5 മാർക്കാണ്. ധനതത്വശാസ്ത്രം എക്കണോമിക്സ് വരുന്നത് 5 മാർക്ക്. ഇന്ത്യൻ ഭരണഘടന വരുന്നത് 8 മാർക്കാണ്. അതുപോലെ തന്നെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്കാണ് വരുന്നത്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്ക്. ഭൗതിക ശാസ്ത്രം 3 മാർക്ക്. രസതന്ത്രം 3 മാർക്ക് വരുന്നു. കലാ കായികം സാഹിത്യം സംസ്കാരം 4 മാർക്ക്. ആനുകാലിക വിഷയങ്ങൾ അതായത് കറന്റ് അഫയേഴ്സ് 10 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 3 വരുന്ന ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അത് 10 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് വരുന്നത് 10 മാർക്കാണ്. പ്രാദേശിക ഭാഷകളായിട്ടുള്ള നമുക്കറിയാം മലയാളം ഓർ കന്നഡ ഓർ തമിഴ്, അത് 10 മാർക്കാണ് വരുന്നത്. പിന്നെ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്, 20 മാർക്കാണ് വരുന്നത്. 20 മാർക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് ഏതിലാണ്? സ്പെഷ്യൽ ടോപ്പിക്സിലാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാം, ഭാരതീയ നിയമസംഹിത IPC ഒക്കെ മാറുമോ, ഭാരതീയ നിയമസംഹിത വരുമോ എന്നൊക്കെ. അപ്പൊ അതിന്റെ PSCയുടെ അപ്ഡേഷൻ അനുസരിച്ച് നമുക്ക് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് അറിയാം ഈ ഭാരതീയ നിയമസംഹിത വരാനായിരിക്കാം ചാൻസസ് കൂടുതൽ. അപ്പൊ നമുക്ക് നോക്കാം PSCയുടെ പുതിയ അപ്ഡേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിമൻ CPOന്റെ ബാച്ചാണ്. ഒരു 90 ഡേയ്സ് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം എക്സാംസ് PSC എക്സാംസ് എല്ലാം തന്നെ ഇപ്പോൾ 6 to 8 മന്തിന് ഇടയിൽ നോട്ടിഫിക്കേഷൻ വന്ന അതിൻ്റെ ഇടയിൽ PSC എല്ലാ എക്സാംസുകളും നടത്തുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഈ എക്സാംസും പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് WCPOന്റെ 90 ഡേയ്സ് ടൈം ടേബിൾ ബേസ്ഡ് ബാച്ച് ഉണ്ട്. നമുക്ക് ചിട്ടയോട് കൂടി ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത് സിലബസ് ബേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ കോഴ്സിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാകും. ഫുള്ളി മെന്ററിന്റെ മെന്റൽ സപ്പോർട്ടോട് കൂടി ആയിരിക്കും നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഓരോ ദിവസവും ചിട്ടയായിട്ട് ഓരോ ടോപ്പിക്സും നിങ്ങൾ പഠിച്ച് തീർത്ത് തന്നെയാണ് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാകും. അതുകൂടാതെ തന്നെ PDF നോട്ട്സുകൾ, വീക്കിലി വരുന്ന എക്സാംസുകൾ, വീക്കിലി വരുന്ന ലൈവ് ക്ലാസ്സസുകൾ, മോഡൽ എക്സാംസുകൾ, നമുക്ക് 100 മാർക്കിന്റെ ഒക്കെ മോഡൽ എക്സാംസുകൾ വെച്ച് നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു തീർക്കാനായിട്ടുള്ള ഒരു ടൈം ടേബിൾ, സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ടൈം ടേബിൾ, ഇത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാവരും മടികൂടാതെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇതാണ് 8590202323. അപ്പൊ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ WCPO മാത്രമല്ല CPO കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. സിലബസ് മാറുന്നതിനനുസരിച്ച് മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.